മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൗതികമായ ലോകത്ത് നിന്ന് യാത്ര തുടങ്ങുമ്പോ ഖബറിലേക്ക് വെക്കപ്പെടുന്ന സമയത്തൊരു ചോദ്യം, ഈ മനുഷ്യനെ പരിചയമുണ്ടോ? ആ ചോദ്യത്തിന്റെ മുന്നിൽ പതറിപ്പോവാതിരിക്കണമെങ്കിൽ, ആ ചോദ്യത്തിന്റെ മുന്നിൽ പരാജയപ്പെടാതിരിക്കണമെങ്കിൽ, ആ ചോദ്യത്തിന്റെ മുന്നിൽ കൃത്യമായ മറുപടി പറയണമെങ്കിൽ ഭൗതികമായ ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമ്മളും തമ്മിലുള്ള ബന്ധം എത്രയാണെന്ന് പരിശോധിച്ചു നോക്കുക. ഖൽബിലുണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറയാതെ ഖൽബിലുണ്ട് എന്റെ നബി എന്ന പ്രയോഗത്തിൽ തന്നെ അതിലുണ്ട്. ആരെങ്കിലും മുഹമ്മദ് നബിയല്ല. അവിടെ രണ്ട് വിഭാഗം ആളുകളിൽ ഒരു വിഭാഗം പറയുന്നത് എന്താണെന്നറിയോ? എനിക്ക് പരിചയമില്ല, യഖൂലുന്നാസു ഇന്നഹു മുഹമ്മദ്. ജനങ്ങളൊക്കെ പറയാറുണ്ട് നമ്മുടെ നബിയുണ്ട്, മുഹമ്മദ് നബിയുണ്ട് എന്നതല്ലാതെ എനിക്ക് പറയാം. അതേസമയം ഖൽബിലുണ്ട് എന്റെ നബി. ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റേതെന്ന് പറയാനുള്ള, എന്റെ നബിയാണെന്ന് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥ നിങ്ങളും അവർക്ക് ഇന്നത്തേതുപോലെ ലൈവായിട്ട് കുറെ വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് എവിടെ നോക്കിയാലും നമ്മുടെ മുന്നിൽ വിജ്ഞാനത്തിന്റെ കവാടം തുറക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ 10, 20, 30 വർഷം മുമ്പ് ഇങ്ങനത്തെ വിജ്ഞാന വിസ്ഫോടനം നടക്കാത്ത കാലത്ത് ജീവിച്ചുപോയ നമ്മുടെ മുൻഗാമികളായ ആളുകൾ അവർക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയുമായിരുന്നു. അപ്പോഴാണ് ഖൽബിലുണ്ട് നബി എന്ന് പറയുന്നതിന് അർത്ഥമുള്ളൂ. കഴിഞ്ഞില്ല. നോക്കൂ നിങ്ങള്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചു പോയ നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കളെ ചരിത്രം ഒന്ന് പരിശോധിച്ചു നോക്കൂ നിങ്ങള്. അവരെ മുന്നിൽ പ്രണയത്തിന് കൊണ്ട് കരഞ്ഞ ഉമ്മമാരുടെ ചരിത്രം ഇന്നും ചരിത്രകാരന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് രാത്രിയിൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇറങ്ങിയിട്ട് ഇങ്ങനെ നടക്കാൻ തുടങ്ങും. ജനങ്ങളുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി നടക്കുന്ന ധീരനായ വിനയാന്വിതനായ ഭരണാധികാരിയുടെ പേരാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. റോട്ടിലൂടെ അല്ല, ഓരോ കവലകളിലും ഓരോ ഊടുവഴികളിലേക്കും ഈ വിളക്കിങ്ങനെ കത്തുന്നുണ്ട്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ വീടിന്റെ സമീപത്ത് ചെല്ലുന്നു. ആ വീട്ടിൽ അതാ ഒരു ഉമ്മ ഇങ്ങനെ വിളക്ക് കത്തിച്ച് നൂലിങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്, എന്നിട്ട് തുന്നുന്നുണ്ട്. ആ ഉമ്മ വിളക്കത്തിരുന്ന് കൊണ്ട് നല്ല മൗലിദ് ഓതുന്നു. ഉമ്മയുടെ മൗലിദ് കേട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. എന്താണ് ഉമ്മ ഓതുന്നത്? ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചു. അലാ മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാർ സ്വല്ലാ അലൈഹി മുസ്തഫൗനൽ അഖിയാർ ഖദ് കുന്തു ഖവ്വാമൻ ബുകിയൽ അസ്ഹാർ. വാതിലിന് മുട്ടിയിട്ട് പറയുന്നു, ഉമ്മ ഈ വാതിലൊന്ന് തുറക്കുമോ? ഉമ്മ ചോദിച്ചു, ആരാണ് വാതിലിൽ മുട്ടുന്നത്? ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറയും, ഒന്നുമില്ല ഉമ്മ, വാതിലൊന്ന് തുറന്നാലും. ഉമ്മ വാതിൽ തുറന്നു കൊടുത്തപ്പോ പൊട്ടിക്കരഞ്ഞ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറയുന്നു, ഖൂലി ബിമാ തഖൂലി. ഉമ്മ മൗലിദ് ഓതി കൊടുത്തു. അലാ മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാർ. ഞങ്ങൾക്ക് ചന്ദ്രന്റെ പ്രകാശം പോലെ വെളിച്ചം അനുഭവപ്പെട്ടു. അനസ് റളിയല്ലാഹു അൻഹു പറയാ, ഒരു രാത്രിയിൽ നല്ല 14-ാം രാവ്, ഇന്നത്തേതുപോലുള്ള രാവ്, നല്ല 14-ാം രാവിന്റെ രാത്രിയിൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
മദീന പള്ളിയിൽ ഇരിക്കുമ്പോ ഞാനൊന്ന് പുറത്തിറങ്ങി നോക്കി. എന്നിട്ട് ഞാൻ ചന്ദ്രനിങ്ങനെ നോക്കി, എന്തൊരു പ്രകാശമാണ്. ഞാൻ എന്നിട്ട് പള്ളിയിലുള്ള മദീന പള്ളിയിലുള്ള നബി തങ്ങളുടെ മുഖത്തേക്കൊന്ന് നോക്കി. അനസ് തങ്ങൾ പറയുന്നു, ഉറപ്പിച്ചു പറയാം, ചന്ദ്രനേക്കാൾ വലിയ വെളിച്ചം നബി തങ്ങളുടെ മുഖത്തിനുണ്ടായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ മദീനയിൽ വന്ന ദിവസം മദീന മുഴുവനും പ്രകാശിച്ചുപോയി. നബി തങ്ങൾ വഫാത്തായിട്ട് അവിടുത്തെ പരിശുദ്ധ ഹുജറയിലേക്ക് വെച്ച ദിവസം മദീന ഇരുട്ടിലായി പോയി. സുഹൃത്തുക്കളെ, നബി തങ്ങളുടെ മുഖത്തിനെന്തൊരു പ്രകാശമാണ്. ഖുർആൻ പറഞ്ഞില്ലേ, വല്ലുഹാ, സമയത്തെ പ്രകാശം പോലെ മിന്നിത്തിളങ്ങുന്ന മുത്തുനബി തങ്ങളുടെ പരിശുദ്ധ മുഖം തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജാ, ഹബീബായ തങ്ങളുടെ തലയിലുള്ള കറുകറുത്ത ഷഅർ മുബാറക് തന്നെയാണ് സത്യം. ഖുർആൻ സത്യം ചെയ്തു പറഞ്ഞ മുത്തുനബി തങ്ങളുടെ മുഖം, ആ മുഖത്തിനും ദുരു വെളിച്ചമാണ്. ഉമ്മയെ പോലെ വാപ്പയെ പോലെ ഞങ്ങളോട് സ്നേഹം കാണിച്ച തങ്ങളല്ലേ അവിടുന്ന്. അതുകൊണ്ട് ഉമ്മമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നമ്മളെ വീടുകളിൽ മങ്കൂസ് മൗലിദിന്റെ ആദ്യത്തെ ഭാഗമെങ്കിലും ഓതുന്ന സ്വഭാവമുണ്ടായാൽ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ കൽബിൽ, നമ്മുടെ വീടിനകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സാന്നിധ്യം ഉണ്ടാകുന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ നമ്മുടെ കൽബിൽ നിന്ന് നാവിലേക്ക് വരണം, നമ്മുടെ കൽബിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. നമ്മുടെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് നമ്മൾ സ്വയം ആലോചിച്ച് നോക്കുക. ലക്ഷദ്വീപിന്റെ തലസ്ഥാനമായ കവരത്തി ദ്വീപില് റബീഉൽ അവ്വലിൽ വലിയ പരിപാടികൾ നടക്കും. നമ്മുടെ നാട്ടിൽ നടക്കുന്നതൊക്കെ നമ്മൾ കരുതും വലിയ സംഭവം, ഒന്നുമല്ല. എല്ലാ ഞാനിപ്പോ ഈ വർഷം 10 വർഷത്തിന് ശേഷം ഈ വർഷമാണ് നമ്മുടെ നാട്ടിലുണ്ടായത്. കഴിഞ്ഞ വർഷം പിന്നെ ദമാമില് അവിടെ 10 ദിവസത്തെ തുടർച്ചയായ പരിപാടി നടക്കുന്ന സ്ഥലം. അതിന്റെ മുമ്പത്തെ വർഷം ബഹ്റൈനിൽ അവിടെ 10 സ്ഥലങ്ങളിൽ ഓരോ ദിവസവും ഏതാണ്ട് 1000-ഓളം ആളുകൾ പങ്കെടുക്കുന്ന മീലാദ് സമ്മേളനം. അതിന്റെ മുമ്പത്തെ വർഷം അബുദാബിയിൽ ഒരു സ്ഥലത്ത് തന്നെ 10 ദിവസം, 10ാമത്തെ ദിവസം അവിടുത്തെ ഷെയ്ഖയുടെ, അവിടുത്തെ ഷെയ്ഖ് സായിദിന്റെ സഹോദരിയുടെ പുത്രി ഷെയ്ഖ ലത്തീഫയുടെ പാലസിൽ വെച്ച് 5000-ഓളം ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കി വിതരണം ചെയ്യുന്ന വലിയ പരിപാടി. അതിന്റെ മുമ്പത്തെ വർഷം ദുബായിൽ. അങ്ങനെ ഒരുപാട് സ്ഥലം, അവിടെ ഒക്കെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ. ലക്ഷദ്വീപിന്റെ തലസ്ഥാനമായ കവരത്തിയിൽ ഏതാണ്ട് സഫർ 27 തുടങ്ങും പരിപാടി. റബീഉൽ അവ്വൽ 11 അസറിന്റെ ശേഷമാണ് ഘോഷയാത്ര, 12 ഭക്ഷണ വിതരണത്തോടെ പരിപാടി. 10 ദിവസവും വയലാ. ആ വയല് കേൾക്കാനായി ഇഷ്ടംപോലെ ആളുകൾ അങ്ങനെ ആ ദിവസങ്ങളിലൊക്കെ വളരെ വിപുലമായ സംവിധാനങ്ങൾ. 11-ാം 12-ാം രാവിലെ ഇശാ നിസ്കാരം കഴിഞ്ഞ് തുടങ്ങുന്ന മൗലിദ് സുബ്ഹ് വരെ നീണ്ടു നിൽക്കുന്നു. സുബ്ഹി വരെ, ഇശായിന് തുടങ്ങിയിട്ട് സുബ്ഹി വരെ നീണ്ടു നിൽക്കും. വലിയൊരു മൗലിദ് കിതാബ് അവിടുത്തെ വലിയൊരു പഴയ ഉസ്താദ് ഉണ്ടാക്കിയത്, അതാണ് അവിടെ. എന്നെ അത്ഭുതപ്പെടുത്തിയതല്ല, 11-ന് അസറിന്റെ ശേഷം ജാഥ നടക്കാം. അപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഉസ്താദ് പറഞ്ഞു, ഉസ്താദേ ഇവിടെ ജാഥ നടക്കാൻ വേണ്ടി ഈ ജാഥക്ക് ഒരു വല്ലാത്തൊരു ഭംഗിയുണ്ട്. എന്താന്ന് വെച്ചു, ഈ ജാഥയിൽ പങ്കെടുക്കുന്ന 5000 ആളുകളും എല്ലാ മനുഷ്യന്മാരും വെള്ള കുപ്പായം, വെള്ള തുണി, വെള്ള തലപ്പാവ്, ഇതായിരിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, 5000 ആളുകളൊക്കെ വെള്ളിടും ഉസ്താദെ? 5000 ആള് മാത്രല്ല, ജാഥ കാണാൻ വേണ്ടി റോഡിന്റെ സൈഡിൽ ഇങ്ങനെ കാത്തു നിൽക്കുന്ന ചെറിയ പെൺകുട്ടികൾ, അവര് പോലും വെള്ളം ഉടുപ്പാതിരിക്കുക. കച്ചവട ഷോപ്പുകളിലൊക്കെ വെള്ള ഡ്രസ്സുകൾ ഇങ്ങനെ തൂക്കിയിട്ടുണ്ടാവും. ലേലം ചെയ്യാൻ വേണ്ടി വയലിൽ കൊണ്ടുവരും നല്ല ഡ്രസ്സ്, വെള്ള ഡ്രസ്സ്, അത് ലേലം ചെയ്തെടുത്തിടുന്ന ആളുകൾ. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു, ഉസ്താദ് അങ്ങനെ ഉണ്ടാവും? ഉറപ്പാണ് ഉസ്താദെ, ഇത് ഇവിടുത്തെ ഒരു നിയമമാണ്. അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രമാണ് വെള്ള വസ്ത്രം. വേറെയുണ്ട്, പക്ഷെ മുത്തുനബിക്ക് ഏറ്റവും ഇഷ്ടം വെള്ള വസ്ത്രമായിരുന്നു. അതുകൊണ്ട് ആ വെള്ള വസ്ത്രം 12-ന് ഈ ജാഥയിൽ ധരിക്കാന്ന് ഇവിടുത്തെ പഴയ കാലത്തെ ഉള്ള ഒരു ആചാരം.
അപ്പൊ ഞാൻ അതിഥിയായി പോയത് കൊണ്ട് ഞാൻ ജാഥന്റെ മുന്നിൽ തന്നെയാണ് ഉണ്ടാവുക. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വികൃതി തോന്നി, വെള്ളടാത്ത ഏതെങ്കിലും ആളുണ്ടെങ്കിൽ ഓലൊന്ന് കണ്ടെത്താൻ വേണ്ടി ഒരു ശ്രമം നടത്തി. ഞാൻ അങ്ങനെ ജാഥ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരുന്ന സമയത്ത് നോക്കുമ്പോ ഇങ്ങനെ കുറേ നോക്കിയപ്പോ എവിടെ കാണാൻ ലാസ്റ്റ് ഉണ്ട് 2 ആളുകളെ കണ്ടു. ഒരു മഞ്ഞ കുപ്പായും ഒരു റോസ് കുപ്പായിട്ട് 2 മനുഷ്യന്മാർ. അപ്പൊ ഞാന് ജാഥ കഴിഞ്ഞ ഉസ്താദിനോട്, ഉസ്താദ് നിങ്ങളെല്ലാം പറഞ്ഞത് എല്ലാരും വെള്ളയാണ്, 2 ആളുകളുണ്ട് ഞാൻ കണ്ടിടുക, റോസും ഒരു മഞ്ഞ കുപ്പായിട്ട്. അത് ഉണ്ടാവില്ല ഉസ്താദ്, ഉണ്ടല്ലോ ഉസ്താദ്. ഞാൻ പറഞ്ഞതാ കാണിച്ചു കൊടുത്തു. 2 ആളുകൾ വിളിച്ചിരുത്തി. അപ്പൊ 2-3-4 മദ്രസകളല്ല. ഞാൻ ഉസ്താദ് നിങ്ങൾ ഏത് മദ്രസ വന്നാ? ഞങ്ങൾ ഈ മദ്രസയിലല്ല, പിന്നെ എവിടുന്നതാ? ഞങ്ങൾ കോഴിക്കോട് ജില്ലയിലെ മാവൂരിന്റെ അടുത്ത് മുക്കത്തുള്ള ആളുകളാണ്, നമ്മളെ നാട്ടുകാരാണ്. നിങ്ങളത്തെ അവിടെ ഒരു മദ്രസന്റെ പ്ലാസ്റ്ററിങ്ങിന്റെ പണിക്ക് അവിടെ ഇവിടുന്ന് പോയതാ. ആ നാട്ടിൽ ഒരു കുട്ടി പോലും വെള്ളയില്ലാത്തത് ധരിക്കൂല എന്ന ആ ഉസ്താദിന് എങ്ങനെ പറയാൻ കഴിഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് ഒരു ദിവസത്തെ വസ്ത്രം, നബി തങ്ങൾ ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുക. നമ്മുടെ നാട്ടിലെ പഴയ കാലത്തെ പള്ളികളെടുത്തു നിങ്ങൾ, പള്ളിയിൽ ജുമഅക്ക് പോയാൽ ആ ജുമയുടെ 1-ാമത്തെ സഫ് മുതൽ ഒരു 5-6 സഫ് വരെ വെള്ള വസ്ത്രമല്ലാത്ത ഒരാളി കാണില്ല. ഒരു തുണി, ഒരു തലപ്പാവുള്ളൂ, ചിലപ്പോ കുപ്പായുണ്ടാവില്ല, ബനിയുണ്ടാവും. ഇതൊക്കെ വെള്ളയില്ലാത്തതൊന്നും കാണാത്തൊരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോഴും ഡൽഹി ജുമാ മസ്ജിദ് നിങ്ങൾ പോയാൽ അവിടെ കാണുന്ന വല്ലാത്തൊരു കൗതുകം എന്താ? ഡൽഹി ജുമാ മസ്ജിദിൽ ജുമയ്ക്ക് വരുന്ന നോർത്ത് ഇന്ത്യയിൽ, ഉത്തരേന്ത്യയിലെ മനുഷ്യന്മാരും മുഴുവനും വെള്ള വസ്ത്രം, വെള്ള പൈജാമ, വെള്ള ജുബ്ബ, വെള്ള തൊപ്പിന്റെ വരും. അതിന്റെ ഇടയിൽ എവിടെങ്കിലും ഒക്കെ ഒരു മെസ്സിനെ കണ്ടാൽ മനസ്സിലാവുന്നത് കേരളക്കാരനാണ്. ഇപ്പോഴും ഞാൻ ഇപ്പോഴത്തെ പള്ളി വിസ്കരിക്കാൻ കഴിയും. 1-ാമത്തെ സഫിലുണ്ട്, മെസ്സി ഉണ്ട്, നെയ്മർ ഉണ്ട്, റൊണാൾഡോ, 3 കളിക്കാരും അവിടെ കറക്റ്റ് സമയത്ത് ജമാഅത്തിനെത്തി. പള്ളിയിൽ വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് വിളിക്കാനുള്ളതല്ലേ? എന്നാൽ ആ ഹബീബായ തങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വസ്ത്രം വെള്ളിയാഴ്ചയെങ്കിലും ഞാൻ ധരിക്കട്ടെ എന്ന് നമ്മുടെ കൽബിന്റെ ഉള്ളിൽ നിന്ന് വരുമ്പോഴാ എന്റെ നബി കൽബിലുണ്ടാവുന്നത്. ഭാര്യമാര് പറഞ്ഞു കൊടുക്കണമെന്ന് വെള്ളിയാഴ്ച കേട്ടോ നിങ്ങൾ പോകുന്ന വെള്ളട്ട് പോയിക്കോളി. സുഹൃത്തുക്കൾ ചോദിക്കണം, ഇന്നെന്താ നീ വെള്ളടാഞ്ഞത്? എന്റെ ഭാര്യ വീട്ടിലില്ലാത്തോണ്ടാ. ഓക്കെ, ഇങ്ങനെ പള്ളിയിൽ ഇമാം ഇങ്ങനെ നോക്കുമ്പോ വെള്ളടാത്ത ആളെ കാണുമ്പോ ഉസ്താദ് ചോദിക്കണം, ഇന്നെന്താ നിങ്ങൾ വെള്ളടാഞ്ഞ്? ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ടം നമ്മുടെ വാക്കിലും നമ്മുടെ പ്രവൃത്തിയിലും ഇങ്ങനെ അറിയാതെ ഒരു സ്വഭാവമായിട്ട് മാറണം. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയാണ്, ഔസ്വാനി ഖലീലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി അബൂ ഹുറൈറ തങ്ങൾ വിശദീകരിക്കാണ്, എന്റെ ബെസ്റ്റ് ഫ്രണ്ടായ മുത്ത് നബി തങ്ങൾ എന്നോട് വസിയത്ത് ചെയ്തു. എന്താണ് വസിയത്ത് ചെയ്തത്? എല്ലാ ദിവസവും ദുഹ നിസ്കരിക്കാൻ, എല്ലാ ദിവസവും ഉറങ്ങുന്നതിന്റെ മുമ്പ് വിത്ർ നിസ്കരിക്കാൻ, എല്ലാ മാസത്തിലും 3 നോമ്പ് നോൽക്കാൻ. ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്താണ്, എല്ലാ മാസവും 3 നോമ്പ് നോറ്റാനുള്ള ഗുണം എന്താണെന്നറിയോ? ഒരു കൊല്ലം മുഴുവനും നോമ്പനുഷ്ഠിച്ച കൂലിയാണ്. ഒരു കൊല്ലം മുഴുവനും നോമ്പനുഷ്ഠിച്ച കൂലി. മുത്ത് നബി തങ്ങളോട് നമുക്ക് വല്ലാത്ത ഇഷ്ടമുണ്ടാകുമ്പോ അറിയാതെ മുത്ത് നബി തങ്ങൾ പറഞ്ഞ വസിയത്തുകളോട് സ്നേഹമുണ്ടാകും. അപ്പോഴാണ് അബൂ ഹുറൈറ തങ്ങൾ പറയാണ്, മാസത്തിലെ അയ്യാമുൽ ബീദ്, അറബി മാസം 13, 14, 15 ഈ പരിശുദ്ധമായ ദിവസങ്ങളിൽ നോമ്പ് പ്രത്യേകം സുന്നത്തുണ്ട്. അതുകൊണ്ട് അതറിയുന്ന മുഅ്മിനീങ്ങൾ നമ്മുടെ നാട്ടിൽ ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ. ആ പരിശുദ്ധമായ അയ്യാമുൽ ബീദിന്റെ ദിവസം അവർ മറന്നു പോകൂല. ഏത് മാസം, അറബി മാസമാണെങ്കിലും ഫിഖ്ഹിന്റെ ഉലമാ ചർച്ച ചെയ്ത കൂട്ടത്തിൽ അത് പറഞ്ഞിങ്ങനെ വരും. ഇബ്നു ഹജർ തങ്ങൾ പറയാണ്, ദുൽഹിജ്ജ മാസത്തിലെ 13ന്റെ അന്ന് പെരുന്നാളാണ്, നോമ്പ് നോൽക്കൽ ഹറാമാണ്. 10, 11, 12, 13 അയ്യാമത്തെ ശരീഅത്താണ്, നോമ്പ് നോൽക്കൽ ഹറാമാണ്. അതുകൊണ്ട് 13ന്റെ സുന്നത്ത് കിട്ടണമെന്ന് ഉദ്ദേശിക്കുന്നവര് 16ന് നോമ്പെടുക്കണമെന്ന് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹ്ഫയിൽ രേഖപ്പെടുത്തുന്നു. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്
പറയുന്നത് സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് അത് ഖൽബിന്റെ ഉള്ളിൽ ഇങ്ങനെ രൂപപ്പെടുമ്പോ നമ്മുടെ വസ്ത്രത്തിലും നമ്മുടെ സംസാരത്തിലും നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും കഅന്നഹു റസൂലുള്ളാഹ്. അതല്ലേ ഖുർആൻ പറഞ്ഞത് ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. വിജയിക്കാനുള്ള വഴികൾ നാലും ഉണ്ടാകുമ്പോഴേ വിജയിക്കുള്ളൂ. ഒന്നാമത് ഫല്ലദീന ആമനൂ ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അചഞ്ചലമായ വിശ്വാസം ഉണ്ടാവണം. അല്ലാഹുവിന്റെ റസൂൽ ആരാണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ നാട് എവിടെയാണ്? നബി തങ്ങളെ പരിശുദ്ധമായ ഹിജ്റ എവിടെയാണുള്ളത്? ഉമ്മമാരെ, ഇപ്പോൾ വലിയ ടൂറുകളൊക്കെ നടക്കുന്ന കാലമാണ്. പണമുള്ളവര് പോലും വലിയ വലിയ ടൂർ നടത്തുന്നതല്ല പറയുന്നത്, പണമില്ലാത്തവര് പോലും പൈസ ഉണ്ടാക്കിയിട്ട് ടൂറൊക്കെ പോവാറുണ്ട്. 50ഉം 60ഉം വയസ്സായിട്ട് മദീനയിലൊന്ന് പോയോ എന്ന് ഒരു ബിസിനസ്സുകാരനോട് ചോദിച്ചപ്പോ ആ മനുഷ്യൻ പറയാനില്ല, ഉസ്താദേ ഞാൻ പോകാൻ സമയം കിട്ടിയിട്ടില്ല. അദ്ദേഹം യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ കറങ്ങുന്നവനാണ്, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോയവനാണ്. പക്ഷേ മദീനയിൽ പോവാനുള്ള മനസ്സ് വരാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? എന്താണ് മദീന എന്ന് പഠിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നു, നബി തങ്ങളെ കുറിച്ച് ഈമാൻ ഉണ്ടാവണോ? നബി തങ്ങളെ കുറിച്ച് പഠിക്കുന്നവർക്ക് ഈമാൻ ഉണ്ടാവുകയുള്ളൂ. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പഠിക്കണം. അതുകൊണ്ടാണ് ഫത്ഹുൽ മുഈനിൽ നിസ്കാരത്തിന്റെ അധ്യായം തുടങ്ങുന്നിടത്ത് നിസ്കാരത്തെ കുറിച്ചല്ല പറയാൻ പോണത്. നിസ്കാരത്തിന്റെ അധ്യായത്തിന് പേരിട്ട് കിതാബ് സ്വലാത്ത് ഇട്ടിട്ട് മഖ്ദൂം തങ്ങൾ പറയാ തംബീഹുൻ, ഒരു പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി വളരെ അടിവരിട്ടുകൊണ്ട് പറയാ, ഈ ഇൽം ശരിക്കും മനസ്സിലാക്കണം. അവ്വലു വാജിബിൻ അലൽ ആബാഇ, ശരിക്കും മനസ്സിലാക്കണം. മാതാപിതാക്കൾക്ക് ആദ്യമായി നിർബന്ധമുള്ളത്, അവിടെ ഒരു ധാരണയുണ്ട്. 7 വയസ്സായി കഴിഞ്ഞാൽ മാതാപിതാക്കൾ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കേണ്ടത് നിസ്കാരം കൊണ്ട് കൽപ്പിക്കലാണെന്നൊരു പൊതുവായ ധാരണ. മഖ്ദൂം തങ്ങൾ തിരുത്താണ്, അലൽ അംരി ബിസ്വലാത്തി, നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നതിന്റെ മുമ്പ്. നിസ്കാരം കൊണ്ട് കൽപ്പിക്കലല്ല വേണ്ടത്, അത് 7 വയസ്സാ ചെയ്യണം. പക്ഷേ അതിന്റെയും മുമ്പ് മാതാപിതാക്കൾ ചെയ്യേണ്ട പണി തഅലീമുൽ ഔലാദ്, സന്താനങ്ങളെ ശരിക്കും പഠിപ്പിച്ചു കൊടുക്കണം. എന്താണ് പഠിപ്പിക്കേണ്ടത്? അന്ന നബിയനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉലിദ ബിമക്ക, തങ്ങളുടെ നാട് മക്കയാണ്. വദുഫിന ബിൽ മദീന, നബി തങ്ങളുടെ പരിശുദ്ധമായ ഹുസ്റയുള്ളത് മദീനയിലാണ്. കഴിഞ്ഞില്ല, നബി തങ്ങളുടെ കുടുംബത്തെ പഠിപ്പിച്ചു കൊടുക്കണം. നബി തങ്ങളുടെ ജീവിത ചരിത്രം പഠിപ്പിച്ചു കൊടുക്കണോ? ഇത് ഉമ്മ ബാപ്പമാർക്ക് നിർബന്ധമാണ്. വീടിന്റെ അകത്ത് ഇതുപോലത്തെ ചർച്ചകൾ ഉണ്ടാവണോ? ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ നബിദിനത്തിന്റെ സമ്മാനവുമായിട്ട് മോനോ മോളോ വരുമ്പോ നല്ല അഭിനന്ദിച്ചിട്ട്, മോളെ മുത്തി നബി തങ്ങൾ ജനിച്ചത് എവിടെയാണെന്നറിയോ? മോനെ മുത്തി നബി തങ്ങൾക്ക് വഴി കിട്ടിയത് എവിടെന്നാണെന്നറിയോ? മുത്തി നബി തങ്ങളുടെ ഭാര്യന്റെ പേര് നിനക്കറിയോ എന്ന് ചോദിക്കണം ഉമ്മ. എന്നിട്ട് ബാപ്പ ഉത്തരം പറയുമ്പോ സപ്പോർട്ട് ചെയ്തു കൊടുക്കണം. ഇങ്ങനെ മക്കൾ അത് അറിയുമോ എന്ന് ബോധ്യമാക്കൽ ഉമ്മ ബാപ്പമാർക്ക് നിർബന്ധമാണ്. കഴിഞ്ഞില്ല, കിഫായത്തുൽ അവാം എന്ന് പറയുന്ന ഒരു ചെറിയ കിതാബുണ്ട്. അതിന്റെ അർത്ഥം തന്നെ എല്ലാ സാധാരണക്കാരനും
പഠിച്ചിരിക്കേണ്ട വിഷയങ്ങൾ പറയാണ്. അതിലതാ കാണും, നിങ്ങൾക്കറിയൂലേ, മൗലീദുഹു ബി മക്കത്തിൽ ആമീന വഫാതുഹു ബി ത്വയ്ബത്തിൽ മദീന وأمه آمينة الزهرية أرضعه حليمة السعدية. കുറിച്ചുള്ള ചരിത്രം ലളിതമായി നമ്മുടെ പൂർവീകരൊക്കെ അതിലൂടെയാ പഠിച്ചത്. അറിയുമോ നിങ്ങൾക്ക്? മുത്തുനബി തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ ഭാര്യമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, അവരെ പേര് നമ്മളെ പഴയ ആളുകൾക്ക് കാണാതെ അറിയാം. അത് ഈ കിതാബിലാണുള്ളത്. ആയിഷത്തും വാ ഹഫ്സത്തും വാ സൗദാ സ്വഫിയ്യത്തും മൈമൂനത്തും വാ റംലാ ഹിന്ദു വസൈനബുൻ കദാ ജുവൈരിയാ ലിൽമുഅ്മിനീന ഉമ്മഹാത്തും മർദിയാ. തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരല്ല ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, നമ്മളുടെ ഒക്കെ ഉമ്മമാരാണ് അവര്. അവരെ പേര് പഠിക്കാൻ പൂർവീകർ സ്വീകരിച്ച വഴിയാണ്. നമ്മുടെ കുട്ടികൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണോ? സുഹൃത്തുക്കളെ, കഴിഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള ചെറിയ കഥകൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണോ? അപ്പോഴാണ് അവരെ കൽബിൽ നബി തങ്ങൾ റോൾ മോഡലായിട്ട് മാറുന്നത്. റോൾ മോഡൽ നബി തങ്ങൾ കൽബിൽ വന്നാൽ അവിടെ മറ്റൊരു റോൾ മോഡൽ വരൂല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈമാൻ ശക്തിപ്പെടണമെങ്കിൽ ഇൽമ് അറിവുണ്ടാവണം. സുഹൃത്തുക്കളെ, നമ്മളും നബി തങ്ങളും തമ്മിൽ അങ്ങനെ ഒരു ബന്ധം രൂപപ്പെടേണ്ടതുണ്ട്. അത് കുട്ടികൾക്ക് മാത്രമല്ല. ചോദിക്കട്ടെ, നമ്മുടെ ഇമാമായ ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ അഭിമാനിക്കുന്നവരല്ലേ നമ്മൾ? ഇമാം ശാഫഈ റളിയല്ലാഹു അൻഹു 10 ലക്ഷം ഹദീസ് മനപ്പാഠമാക്കിയ പണ്ഡിതനാണ്. 10 ലക്ഷം ഹദീസ് മനപ്പാഠമാക്കിയ ഒരു ഇമാമിന്റെ ആളാണ് നമ്മൾ. ഞാൻ ചോദിക്കട്ടെ, ആത്മാർത്ഥമായിട്ട് ഈ സദസ്സിനോട് ഓരോരുത്തരും മനസ്സോട് ചോദിക്കുക, ഇന്ന് വരെ 50, 60, 40, 30 വയസ്സുള്ളല്ലോ, ഇന്ന് വരെ ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഖാല റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ ഒരു ഹദീസ് അതിന്റെ ലഫ്ളോടെ മനപ്പാഠമാക്കാൻ നമ്മൾക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ടോ? അറിയോ നിങ്ങൾക്ക്? ലോകത്ത് നബിതങ്ങളെ ഹദീസ് പഠിക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന കോടിക്കണക്കിന് മനുഷ്യന്മാരുണ്ട്. പരിശുദ്ധ മക്കത്ത് പോയാൽ, മദീനത്ത് പോയാൽ, ഉംറക്ക് പോണ ചില ആളുകൾക്ക് ഉംറക്ക് പോണ ഉഷാറായി പത്തിനൊക്കെ പോയിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ കാര്യമായിട്ടുള്ള പണി അൽബൈക്ക് തിന്നാ, പർച്ചേസ് ചെയ്യാൻ, ഇതേ പോവാതൊക്കെ പണി. മക്കയിലും മദീനയിലും പരിശുദ്ധ ഹറമിന്റെ പള്ളിയുടെ മുകൾ ഭാഗത്ത് വലിയ ദർസ് നടക്കും. വലിയ ദർസ്. എന്താ ദർസിൽ പരിപാടി എന്നറിയോ? സ്വഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന കിതാബുണ്ട്. ആ കിതാബിൽ 7000 ചില്ലാനും ഹദീസ് മദീനത്തെ പള്ളിയിൽ ഇരുന്നിട്ട് അത് പൂർണ്ണമായിട്ട് വായിച്ച് കേൾക്കുന്ന ചടങ്ങ് അവിടെ ഒരുപാട് പണ്ഡിതന്മാരെ നേതൃത്വത്തിൽ നടത്തി. ഈ അടുത്തൊരാൾ വിളിച്ചു, ഉസ്താദേ, പരിശുദ്ധ റമദാനിൽ മക്കത്ത് ഷെയ്ഖ് ഉസാമ എന്ന് പറയുന്ന ഏറ്റവും വലിയ ആലിമുണ്ട്, അദ്ദേഹത്തിന്റെ സദസ്സിൽ വെച്ച് സ്വഹീഹുൽ ബുഖാരി പൂർണ്ണമായിട്ട് കേൾക്കുന്ന സദസ്സുണ്ട്. അവിടെ മാത്രല്ല, ഇഷ്ടംപോലെ സ്ഥലത്തുണ്ട്. കായൽ പട്ടണത്തുണ്ട് സ്വഹീഹുൽ ബുഖാരി പൂർണ്ണമായിട്ട് കേൾക്കുന്ന സദസ്സ്. حدثنا مالك حدثنا الزهري حدثنا عروة عن عائشة رضي الله عنها قال رسول الله صلى الله عليه وسلم لا تغلوا سني لا تغلوا.
ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഹദീസുകൾ കേട്ടിരിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമ്മളും തമ്മിൽ അടുക്കാനുള്ള വഴിയാണ്. നമ്മുടെ പള്ളിയിലെ ഉസ്താദുമാരോട് പറഞ്ഞാൽ മതി, ആഴ്ചയിൽ ഒരൊറ്റ അരമണിക്കൂർ സമയം ചെലവാക്കിയാൽ ഞായറാഴ്ച സുബഹി ജമാഅത്തിന് എല്ലാവരും പള്ളിയിലേക്ക് എത്തുക. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ സമയം ഒറ്റ ഹദീസ് കേൾക്കാൻ തുടങ്ങിയാൽ ഒരു കൊല്ലം കൊണ്ട് 48 ഹദീസ് കേൾക്കാം. 10 കൊല്ലം കഴിയുമ്പോൾ 480 ഹദീസ് കേൾക്കാം. നിങ്ങളും നബിതങ്ങളും തമ്മിൽ വല്ലാത്തൊരു കണക്ഷൻ ഉണ്ടാകുമെന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദീസ് ഓതുന്ന സദസ്സിൽ, ഹദീസിന്റെ ഓതുന്ന സദസ്സിൽ ചൊല്ലുന്ന സ്വലാത്തിന് സാധാരണ സ്വലാത്തിനേക്കാൾ ഇജാബത്തുണ്ടെന്ന് മഹാന്മാര് രേഖപ്പെടുത്തുന്നു. മർക്കസിൽ മഹാനായ സുൽത്താനുൽ ഉലമ അല്ലാഹു ആഫിയത്തുൽ ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ, ഇഹ്യാസുൽ റഈസുൽ ഉലമ അല്ലാഹു ആഫിയത്തുൽ ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ, അവരൊക്കെ സ്വഹീഹുൽ ബുഖാരിന്റെ ദർസ് ഒരിക്കലും ഒഴിവാക്കില്ല. സുൽത്താനുൽ ഉലമക്ക് രോഗമായി പ്രയാസമായി രോഗം സുഖപ്പെടുമ്പോൾ ഡോക്ടർ പറഞ്ഞു, ഉസ്താദിന് സ്ഥിരം ചെയ്യുന്ന ആക്ടിവിറ്റീസ് ചെയ്യാൻ കൊടുത്താ ഇനി മാനസികമായി വിഷമങ്ങളൊന്നും ഉണ്ടാക്കരുത്, അതുകൊണ്ട് സ്ഥിരം ചെയ്യുന്ന ആക്ടിവിറ്റീസ് കൊടുക്കുന്നപ്പോ ആദ്യത്തെ തീരുമാനം സ്വഹീഹുൽ ബുഖാരിന്റെ ദർസ് തുടങ്ങല. ആ ദർസിൽ ആയിരക്കണക്കിന് ആളുകൾ പുറത്തുനിന്ന് വരും. എന്തിന്? ദുആഇൻ ഇജാബത്ത് പ്രതീക്ഷിച്ചുകൊണ്ട്. റഈസുൽ ഉലമയുടെ പ്രിയപ്പെട്ട മകൻ മരിച്ചത് വെള്ളിയാഴ്ചയാണ്. ശനിയാഴ്ച രാവിലെ ഏതാണ്ട് ഉച്ച സമയത്ത് ഞങ്ങൾ അവിടെ എത്തിയപ്പോ റഈസുൽ ഉലമ അവിടെ വീട്ടിലില്ല. ഞങ്ങൾ അവിടെ നമസ്കാരം കഴിഞ്ഞ് വീട്ടിൽ എത്തിയപ്പോ വീട്ടിൽ തിരിച്ചെത്തിയപ്പോ ഉസ്താദ് പറയാ, ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ബുഖാരിയുടെ ദർസ് ഒഴിവാക്കിയിട്ടില്ല. കാരണം മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് പറഞ്ഞ് സ്വലാത്തല്ലേ. എന്റെ മോൻ അബ്ദുറഹ്മാൻ വെള്ളിയാഴ്ച മരിച്ചപ്പോ അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ദർസിൽ പോയി തിരിച്ചു വന്നതാണ്. അള്ളാഹു അൻക്ക് സ്വർഗം കൊടുക്കട്ടെ എന്ന് ഞാൻ പറയുന്നത്, നമ്മുടെ നാട്ടിലുള്ള പള്ളിയിലും അതുപോലെ സഹോദരിമാർക്ക് മദ്രസയിലുമായിട്ട് ഹദീസുകൾ കേൾക്കാനുള്ള അവസരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അടുക്കാനുള്ള വസീലയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ അറിയും തോറും നമ്മുടെ വല്ലാതെ കൽബിങ്ങനെ മദീനയോട് അടുപ്പം കൂടിക്കൊണ്ടിരിക്കും. മദീനയിൽ ഉഹദിന്റെ സമീപത്ത് പോയാൽ ഉഹദിലതാ ഹംസത്തുൽ കറാർ തങ്ങൾ കിടക്കുന്നുണ്ട്, പ്രിയപ്പെട്ട മിസ്അബ് തങ്ങൾ കിടക്കുന്നുണ്ട്. അതിന്റെ സമീപത്ത് പോയാൽ 100 കണക്കിന് ഫുഖറാഇനെ കാണാം. എന്തേ നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുന്നത്? അവരെ മുന്നിൽ ഒറ്റ മറുപടിയേ ഉള്ളൂ, ഇവിടെയല്ലാതെ പിന്നെ എവിടെ പോയിരിക്കാൻ? എന്താണ് ഇവിടെ ഇരിക്കുന്നത്? ഒന്നുമില്ല, ഉഹദ് പർവ്വതത്തോടുള്ള അടങ്ങാത്ത ഇഷ്ടമാണ്. ഉഹദ് പർവ്വതത്തോടോ? അതെ, ഈ പർവ്വതത്തിനെ നബിതങ്ങൾ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, ഉഹദ് പർവ്വതത്തോട് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്, ഉഹദ് പർവ്വതത്തിന് എന്നോടും ഇഷ്ടമാണ്. സുഹൃത്തുക്കളെ, മഹബ്ബത്തിന്റെ ലോകം അത് വല്ലാതെ അങ്ങോട്ട് പോകും തോറും അതിന്റെ പരിധികൾക്ക് യാതൊരു നിയന്ത്രണങ്ങളും കാണൂല. തങ്ങളെ ഇഷ്ടം വെച്ച ലോക ചരിത്രത്തിൽ കാണുന്ന മഹത്തുക്കൾ മുഴുവനും നബിതങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് മുഴുവനും വലിയ അനുഭവങ്ങൾ ഈ ലോകത്തും നാളെ പരലോകത്തുമുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനെ പ്രസവിക്കപ്പെടുമ്പോ ആ മക്കയിലുള്ള കൊച്ചു വീട്ടിലുണ്ടായിരുന്ന ഒരുപാട് ഉമ്മമാരില്ലേ, ആ ഉമ്മമാരൊക്കെ സ്വർഗത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കപ്പെടുമ്പോ ആ മുത്ത് നബിയെ ലോകത്തേക്ക് ഏറ്റുവാങ്ങാൻ ഭാഗ്യം ലഭിച്ചത് ആർക്കാണെന്നറിയോ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുടെ പൊന്നുമ്മയായ ബീവി ശിഫാ റളിയല്ലാഹു അൻഹാ. ശിഫാ ബീവിയാണ് നബി തങ്ങളെ
പ്രസവിക്കപ്പെടുമ്പോ ആമിന ഉമ്മയുടെ പ്രസവം എടുത്ത പേറ്റിച്ച് ആ ഉമ്മയെ കുറിച്ച് നബി തങ്ങൾ പറയാണ്, നരകം തൊടാത്ത പെണ്ണിനെ കാണണോ നിങ്ങൾ ശിഫാ ബീവിയെ കാണൂ. രണ്ടാമതായിട്ട് നബി തങ്ങൾ പ്രസവിക്കപ്പെടുമ്പോ ആ വീട്ടിലുണ്ടായിരുന്ന മറ്റൊരു സ്ത്രീയാണ് സുവൈബത്തുൽ അസ്ലമിയ്യ. ആരാണ്? നബി തങ്ങളുടെ പ്രിയപ്പെട്ട എളാപ്പയായ അബൂലഹബിന്റെ അടിമ സ്ത്രീയാണ്. അല്ലാഹുവിന്റെ റസൂലാകുന്ന അബ്ദുള്ളയുടെ മകൻ സഹോദരൻ ഒരു ആൺകുഞ്ഞുണ്ടായെന്ന സന്തോഷ വാർത്ത അബൂലഹബിനോട് പോയിട്ട് വിവരം പറഞ്ഞപ്പോ നബി തങ്ങളാണെന്ന് അറിഞ്ഞിട്ടില്ല, ആൺകുട്ടിയാണെന്ന സന്തോഷം കൊണ്ട് അബൂലഹബ് പറഞ്ഞു, ഇനി നിന്നെ ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു. സുവൈബത്തുൽ അസ്ലമിയ്യ സ്വതന്ത്രയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുലയൂട്ടിയിട്ട് സ്വർഗ്ഗം ലഭിച്ച ഉമ്മയാണ്. മൂന്നാമതൊരു ഉമ്മയുണ്ട്, അതേ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹാ. മദീനയിലെ ജന്നത്തുൽ ബഖീയിൽ ഒരു ഖബർ കുഴിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ട് ആ ഖബറിലേക്ക് ഇറങ്ങി. എന്നിട്ട് ആ ഖബറിൽ ഒന്ന് കിടന്നു. സഹാബത്ത് ചോദിച്ചു, എന്തു പറ്റി നബിയേ, എന്താ നിങ്ങൾ പറയുന്നത്, ആർക്കുള്ള ഖബറാണെന്നറിയോ? ഉമ്മീ ബഅദ ഉമ്മീ, എന്റെ ഉമ്മക്ക് ശേഷം എന്റെ ഉമ്മയെ പോലെ നോക്കി വളർത്തിയ എന്റെ പൊന്നുമ്മയുടെ സ്ഥാനത്തുള്ള എളാപ്പയുടെ ഭാര്യ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹാ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അവരെ ഖബറിൽ ഒരിക്കലും ശിക്ഷ ഉണ്ടായിക്കൂടാ, അതിന് ഞാനൊന്ന് ഇറങ്ങിക്കടന്നതാണ്. അവർക്കും സ്വർഗത്തിന്റെ സന്തോഷം ലഭിച്ചുപോയി. നാലാമതൊരു ഉമ്മയുണ്ട് ആ വീട്ടിൽ. സുബ്ഹാനല്ലാഹ്, ചരിത്രത്തിൽ അങ്ങനത്തെ ഒരു ഉമ്മ തന്നെ ഉണ്ടാവുകയില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഉമ്മാനെ ബാപ്പ കല്യാണം കഴിക്കുമ്പോ ആ കല്യാണത്തിൽ പങ്കെടുത്ത മഹദിയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുപ്പ മരിച്ചു. നബി തങ്ങളെ ഗർഭിണിയായിട്ട് ആമിന ഉമ്മയോടൊപ്പോ വേണ്ട ഒത്താശ ചെയ്തു കൊടുത്ത മഹദിയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ പ്രസവിക്കപ്പെടുമ്പോ ആ വീട്ടിലെ കാര്യങ്ങൾ നിയന്ത്രിച്ച മഹദിയാണ്. അല്ലാഹുവിന്റെ റസൂലിന് 6 വയസ്സുള്ളപ്പോ പൊന്നുമ്മാന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നു, ഉമ്മ എന്റെ ഉപ്പ എവിടെയാണുള്ളത്? ഉമ്മ പറഞ്ഞു, അങ്ങ് യസ്രിബിലാണ്, മദീനയിലാണ്. ഉപ്പാരെ കാണാനൊന്ന് പോയാലോ? ഉമ്മ പറഞ്ഞു, പോവാലോ. അബ്ദുൽ മുത്തലിബ് എന്ന വല്ലിപ്പ ഒട്ടകം തയ്യാറാക്കി കൊടുത്തു. ആ ഒട്ടകപ്പുറത്തേറിയിട്ട് ഉമ്മയും ഈ മഹദിയും ആ മുത്തുനബി തങ്ങളുമാണ് യാത്ര പോകുന്നത്. മദീനയിലെ പൊന്നുപ്പാന്റെ ഖബറിന്റെ തലഭാഗത്തിരുന്ന് കരയുന്ന കുഞ്ഞുമോനെ മദീനക്കാരെ അത്ഭുതത്തോടെ നോക്കി നിന്നു. തിരിച്ചു പോരുകയാണ്. വഴി വെച്ച് അബവാ എന്ന സ്ഥലത്തെത്തിയപ്പോ പൊന്നുമ്മ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, മോനെ, ബാപ്പ പോയ വഴിയിലേക്ക് ഉമ്മയും പോവുകയാണ്. പൊന്നുമ്മയും ലോകത്തോട് വിട പറയുന്നു. മുഅ്മിനീങ്ങളെ ആലോചിച്ചു നോക്ക്. 100% അനാഥയായ 6 വയസ്സുള്ള കുഞ്ഞുമോനെ അല്ലാഹു ഏൽപ്പിക്കുന്നത് ഈ മഹദിയുടെ കയ്യിലേക്കാണ്. ബാപ്പയും ഉമ്മയും ഇല്ലാത്ത മോന്റെ കൈ പിടിച്ചിട്ട് മക്കയിലെ അബ്ദുൽ മുത്തലിബിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ ഭാഗ്യം ലഭിച്ച മഹദി. അതേ, കഴിഞ്ഞില്ല. മുത്തുനബി തങ്ങളുടെ കല്യാണം നടക്കുമ്പോ ആ കല്യാണത്തിന് നേതൃത്വം കൊടുത്ത മഹദിയാണ്. കഴിഞ്ഞില്ല. അല്ലാഹുവിന്റെ റസൂലിന് വഹി ലഭിച്ചപ്പോ നബി തങ്ങൾക്ക് സപ്പോർട്ട് കൊടുത്ത ഖദീജ ഉമ്മയോടൊപ്പം കൂടെ നിന്ന മഹദിയാണ്. കഴിഞ്ഞില്ല. അല്ലാഹുവിന്റെ റസൂല് വഫാത്തായപ്പോ സ്വഹാബത്തൊക്കെ ചിതറിപ്പോയപ്പോ സ്വഹാബത്തിന് ദിശാബോധം കൊടുത്ത മഹദിയാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഭരണമേറ്റെടുത്തപ്പോ സിദ്ദീഖുൽ അക്ബർ ആദ്യം പോയിട്ട് കണ്ടത് ഈ മഹദിയാണ്. ആരാണെന്നറിയോ? ബീവി ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, ആർക്കെങ്കിലും സ്വർഗ്ഗത്തിലെ പെണ്ണിനെ കല്യാണം കഴിക്കണോ, ഫൽയതസവ്വജ് ഉമ്മ ഐമൻ. സ്വർഗ്ഗത്തിൽ
കുടുംബത്തിലെ പെണ്ണിനെ കല്യാണം കഴിക്കണമെങ്കിൽ ഉമ്മു ഐമനെ കല്യാണം കഴിച്ചു കൊടുക്കുക. എന്റെ സഹോദരിമാരെ, ഉമ്മമാരെ, ഉമ്മു ഐമൻ ബീവിയുടെ ചരിത്രം പഠിക്കണം. വലിയ ചരിത്രമാണ്. ഞാൻ ഈ പറഞ്ഞത് അതിന്റെ ചെറിയൊരു ഷോട്ട് മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്തറിയാൻ ഭാഗ്യം ലഭിച്ച മഹദി ആ ഉമ്മു ഐമൻ ബീവിയാണ്. സയ്യിദ് റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചു. അതിലുണ്ടായ മോനാണ് ഉസാമ റളിയല്ലാഹു അൻഹു. കറുത്ത ആഫ്രിക്കക്കാരനായ ഫാമിലിയാണ്, ഒരു കറുത്ത കുട്ടിയാണ്. മദീനത്തെ പള്ളിയിൽ അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുന്ന മുസല്ലയിൽ വന്നിട്ട് ആ ചെറിയ കുഞ്ഞുമോൻ കയറിയിരുന്നു. അപ്പോഴാണ് നാട്ടിലെ കാരണവന്മാര് വന്നിട്ട് ഉസാമനെ പിടിച്ചങ്ങ് മാറ്റി. അല്ലാഹുവിന്റെ റസൂൽ വന്നിട്ട് പറഞ്ഞു, ആരാണ് എന്റെ ഉസാമയെ വേദനിപ്പിച്ചത്? എന്റെ ഉസാമയെ വേദനിപ്പിച്ചവൻ എന്നെയും വേദനിപ്പിച്ചെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂലുമായിട്ട് ബന്ധപ്പെട്ട ഒരാളും പരാജയപ്പെടൂല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മുഹമ്മദ് എന്ന് പറഞ്ഞാ പോരാ, എന്റെ നബിയാണ്, എന്റെ ഹബീബാണെന്ന് പറയാൻ പറ്റുന്ന ഒരു നല്ല ആത്മബന്ധമുണ്ടാക്കൂ. സ്വലാത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം. ഒരു ദിവസം 300 സ്വലാത്ത് ചൊല്ലുന്ന ശീലം കുറഞ്ഞ സമയം മതി. മദീനയിൽ കഴിഞ്ഞതിന്റെ മുമ്പത്തെ റബീഉൽ അവ്വൽ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം പോയപ്പോ ഒരു നല്ല സ്വാലിഹായ മനുഷ്യൻ അവിടെ വരുന്നുണ്ടെന്ന് അറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനും നബി തങ്ങളെ സ്വപ്ന ദർശനം ലഭിക്കാനും ഭാഗ്യം ലഭിച്ച വലിയ സ്വാത്വികനായ മനുഷ്യൻ രാവിലെ 8 മണിക്ക് റൗദയുടെ 4ാമത്തെ ഗേറ്റിന്റെ സമീപത്ത് രാവിലെ വരുമെന്ന് കേട്ടപ്പോ അവിടെ അങ്ങനെ കാത്തിരുന്നു. എന്തൊരു വെളിച്ചമുള്ള മുഖമാണെന്നറിയോ? പോകുന്ന സമയത്ത് മഹാനവറുകളെ കൈപിടിച്ചൊന്ന് സലാം പറഞ്ഞ് വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്തെത്തിയപ്പോ അവിടുന്ന് ഒരു സ്വലാത്ത് ചൊല്ലിത്തന്നു. വല്ലാത്തൊരു മഹത്വമുള്ള സ്വലാത്ത്. അവിടുന്ന് പറഞ്ഞു, ഫഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. ഇങ്ങനെ 5 പ്രധാനപ്പെട്ട വിഷയമടങ്ങിയ സ്വലാത്ത്. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹുണ്ട്, 2 മുഹമ്മദുർ റസൂലുള്ളാഹിണ്ട്, 3 സ്വലാത്തുണ്ട്, 4 സലാമുണ്ട്, 5 ആലുണ്ട്. അങ്ങനെ എല്ലാം അടങ്ങിയ ഒരു സ്വലാത്ത് ചൊല്ലിത്തന്നു. എന്നിട്ട് പറഞ്ഞു, 360 തവണ ദിവസം ചൊല്ലിക്കോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അടുപ്പമുണ്ടാകും. 1,00,000 തവണ പൂർത്തിയായാൽ നബിതങ്ങളുമായിട്ടുള്ള കണക്ഷൻ അത് ശക്തി പ്രാപിക്കുന്നത് കാണാം. സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഞാൻ കുറേ സുഹൃത്തുക്കൾക്ക് അത് പറഞ്ഞു കൊടുത്തു, കുറേ ചെറുപ്പക്കാർക്ക് പറഞ്ഞു കൊടുത്തു. കഴിഞ്ഞ റബീഉൽ അവ്വലിൽ ഒരു ചെറുപ്പക്കാർ എന്നെ വിളിച്ചിട്ട് പറയും, ഉസ്താദേ, അന്ന് നിങ്ങൾ പറഞ്ഞത് മുതൽ ഞാൻ അതങ്ങ് ചെല്ലാൻ തുടങ്ങി. എനിക്ക് മദീനയോട് വല്ലാത്ത ഇഷ്ടം തോന്നി. ഞാൻ റബീഉൽ അവ്വൽ 12-ന് മദീനയിലെത്തി. എന്നിട്ട് ഹബീബായ തങ്ങളെ സ്വപ്നത്തിലൂടെ കണ്ടു. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നബി തങ്ങൾ വിദൂരത്തല്ല, നമ്മളെ സമീപത്ത് നബി തങ്ങളുണ്ട്. ആ ഹബീബിലേക്ക് നമ്മൾ അങ്ങോട്ടടുക്കണം. അടുക്കാറുള്ള വസീലകളിലേക്ക് നമ്മൾ പ്രവേശിക്കണം. നമ്മുടെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വികാരമായിട്ട് വരട്ടെ. വെള്ളിയാഴ്ച രാവുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രാവുകളാവണം. ഒരൽപ്പമെങ്കിലും സ്വലാത്ത് ചൊല്ലാത്ത ഒരു വെള്ളിയാഴ്ച രാവും കഴിഞ്ഞുകൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അടുത്ത മഹാന്മാര് മുഴുവനും അവര് അല്ലാഹുവിന്റെ ഹബീബിനോട് നേരിട്ട് സംസാരിച്ചവരാണ്. ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മഹാനവറുകളെ റൗളയുടെ മുന്നിൽ പോയിട്ട്, യാ സയ്യിദസ് സാദാതി ജിതുക ഖാസിദാ അർജൂ ഹിമാക വ
അഹ്തമീ ബിഹിമാക. ഓ ഹബീബായ തങ്ങളെ, അവിടത്തെ മുന്നിലിതാ പാവപ്പെട്ട ഈ മനുഷ്യൻ വന്നിരിക്കുന്നു, എന്നിൽ മറ്റൊരു പ്രതീക്ഷയില്ല എന്ന് ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നു. ഞാൻ റൗളയിൽ പോയിട്ട് എല്ലാം നേടിയെടുത്തു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ പേര് തന്നെ ഇമാമു ദാരിൽ ഹിജ്റ. മദീന വിട്ട് എങ്ങോട്ടും പോവൂല. മക്കയിൽ വരെ ഒറ്റത്തവണ ഹജ്ജിന് പോയിട്ടുള്ളൂ. റൗളയുടെ സമീപത്ത് ഇങ്ങനെ നോക്കിയിരിക്കും. ആര് വന്നിട്ട് മസ്അല ചോദിച്ചാൽ പെട്ടെന്ന് പറഞ്ഞു കൊടുക്കും. അതേ സമയം ഹദീസ് ചോദിച്ചാലോ മാലിക് ഇമാം തങ്ങൾ പെട്ടെന്ന് തന്നെ കുളിച്ചു വൃത്തിയാകും. എന്നിട്ട് നല്ല വസ്ത്രം ധരിക്കും. എന്നിട്ട് നല്ല സുഗന്ധം പുരട്ടും. ഒരു നല്ല തലപ്പാവളിയും ഒരു നല്ല പ്രസംഗിക്കാനുള്ള പീഠത്തിന്റെ മുകളിൽ കയറിയിരിക്കും. എന്നിട്ട് ഹദ്ദസനാ അബുൽ ലൈസ് ഹദ്ദസനാ الزهري قال حدثنا عبد الله بن عمر قال حدثني رسول الله എന്ന് പറയുന്ന വല്ലാത്തൊരു മഹബ്ബത്തിന്റെ പ്രതീകം അവരോട് വന്നിട്ട് ഒരാള് പറഞ്ഞില്ലേ, മദീനയിലെ റൗളയുടെ മുന്നിൽ സിയാറത്തിന് നിൽക്കുമ്പോ മുത്തുനബി തങ്ങൾ അങ്ങോട്ടാണോ തിരിയേണ്ടത് അതല്ല ഖിബ്ലയിലേക്കാണോ തിരിയേണ്ടത്? മാലിക് ഇമാമിന്റെ മറുപടി, ലിമ തുസർരിഫു വജ്ഹക അൻ വസീലതിക വവസീലതി അബീക ആദം അലൈഹിസ്സലാം. നിന്റെ ഇടയും നിന്റെ ആദം നബി നിന്റെ വല്ലിപ്പാദൻ നബിയുടെയും അല്ലാഹുവിന്റെയും ഇടയിലുള്ള വസീലയായ മുത്തുനബി തങ്ങളിൽ നിന്ന് എങ്ങനെയാണോ മുഖം തിരിക്കാൻ തോന്നുന്നത്? അതുകൊണ്ട് നബി തങ്ങളിലേക്ക് തിരിഞ്ഞിട്ട് ദുആ ചെയ്യൂ എന്ന് മസ്അല പറഞ്ഞ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഇമാം ശാഫഈ തങ്ങൾ പറയാണ്, ഇന്നി റഅയ്തു റസൂലല്ലാഹ്, ഞാൻ മുത്തുനബി തങ്ങളെ കണ്ടു. 10ലധികം തവണ കണ്ടിട്ടുണ്ട്. എന്റെ നാവിലെ ഹബീബായ തങ്ങൾ ഉമിനീര് പുരട്ടി തന്നു. അതിന്റെ ബറക്കത്ത് എന്റെ ജീവിതത്തിൽ കണ്ടു. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയാണ്, നബി തങ്ങളെ ഹദീസിന് ഖിദ്മത്ത് ചെയ്തിട്ടാണ് എനിക്ക് കിട്ടിയത് മുഴുവനും കിട്ടിയത്. ഗൗസുൽ ആദം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വലിയ ടൗണിൽ പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോ സദസ്സ് മുഴുവനും ആളുകളാണ്. പെട്ടെന്ന് പ്രസംഗത്തിൽ ഒരു പകർച്ച വന്നു പോയി. വേദം വീളങ്കി ഫറവാൻ മടിച്ചാരെ വേദാംബർവായിൽ തുഫി കൊടുത്തോവർ. ഗൗസുല്ലാദമിന്റെ നാവിൽ അതാ ഉമിനീര് പുരട്ടി കൊടുത്തു. ഒറ്റ പ്രസംഗം കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് ഇസ്ലാമിന്റെ വെളിച്ചം കിട്ടി. അഹ്മദുൽ കബീർ റിഫായി തങ്ങളോ മദീനയിൽ വന്നിട്ട് ഉപ്പാപ്പയെ വിളിച്ചിട്ട് ഫീ ഹാലത്തിൽ ബുർദി റൂഹി കുന്തു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നാഇബതി ഫഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹളറത് ഫംദുദ് യദൈക ലികൈ തുഹളാ ബിഹാ ശഫതി. ഹബീബായ തങ്ങളെ ഉപ്പാപ്പാ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലിയിട്ട് വരുന്ന പേരക്കുട്ടിയാണ്. അവിടത്തെ കൈകളൊന്ന് മുത്താൻ തരുമോ? 160ഓളം ചരിത്രകാരന്മാര് പറയാണ്, മുത്തുനബി തങ്ങളെ കൈ ഹുജറയിൽ നിന്ന് പുറത്തേക്ക് വന്നു. എത്രയാണ് ചരിത്രം അവസാനിക്കുന്നുണ്ടോ? ഇന്ത്യയുടെ സുൽത്താനായ ഖാജാ തങ്ങളെ പേര് തന്നെ അതാഉർ റസൂൽ. അല്ലാഹുവിന്റെ ഹബീബിന്റെ സമ്മതപ്രകാരം ഇപ്പോഴും ഏത് മനുഷ്യന്മാരെ മുന്നിലും സുൽത്താനുൽ ഹിന്ദായി നിൽക്കുന്നില്ല. കേരളത്തിലേക്ക് വരുമ്പോ വെളിയങ്കോട് ഉമറുൽ ഖാദി മദീനയിൽ പോയിട്ട് റസൂലുള്ളാഹിന്റെ റൗദയുടെ സമീപത്തെത്തിയപ്പോ പോലീസുകാർ അവിടെ ബാരിക്കേഡ് ഉണ്ടാക്കി വെച്ചു. ഉമർ ഖാദി അവിടെ ഒറ്റ വിളിയാണ്, യാ അക്രമൽ ഖുറമാ അലാ അഅതാബികും ഉമറുൽ
الفقير المرتجي بجنابكم يرجو العطاء على البكاء ببابكم والدمع من عينين سال سجيما صلوا عليه وسلموا تسليما. പാവപ്പെട്ട ഉമർ വന്നത് അവിടത്തെ പൊരുത്തം കിട്ടാനാണ്. എന്നെ ഇവിടെ തടഞ്ഞിരിക്കുന്നു നബിയേ. ചരിത്രകാരന്മാര് രേഖപ്പെടുത്തുന്നുണ്ട്, ഭൗതിക സംവിധാനം അവിടെ തകർന്നുപോയി. ഉമർ ഖാദി നബി തങ്ങളെ വേണ്ടുവോളം ആസ്വദിച്ചു. സുഹൃത്തുക്കളെ, നമ്മുടെ സുൽത്താനുൽ ഉലമയും താജുൽ ഉലമയും നൂറുൽ ഉലമയും സുബ്ഹാനല്ലാഹ് അവരൊക്കെ നബി തങ്ങളെ കുറിച്ച് പറയുമ്പോഴേക്ക് കരയാണ്. റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് ബുഖാരിയുടെ ദർസ് ഇങ്ങനെ നടത്തുമ്പോ ദർസിന്റെ ഇടയിൽ ഒരു ചർച്ച വരുന്നു. ഏതാണ് ചർച്ച എന്നറിയോ? ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്താ വരാനുള്ള കാരണം എന്നറിയോ? ഫാത്തിമാന്റെ 2 കൈകളും ജോലി എടുത്തിട്ട് തയമ്പ് വന്നിട്ടുണ്ട്. എന്നിട്ട് ഫാത്തിമ മോള് പറയുന്നു, ഉപ്പാ എനിക്ക് ജോലി ചെയ്യാൻ 2 സെർവന്റുകളെ 2 അടിമകളെ തന്നാലും എനിക്ക് സുഖമായിരുന്നു. ഇത് വായിക്കുന്ന സുലൈമാൻ ഉസ്താദ് കരഞ്ഞിട്ട് ദർസ് നിർത്തിവെക്കുന്നു. റസൂലുള്ളാഹിന്റെ പൊന്നുമോള് കരഞ്ഞത് 1400 കൊല്ലം മുമ്പാണ്. നബി തങ്ങളെ കൽബിലേക്ക് വന്നാൽ അതിന് കാലത്തിന്റെ ഗണന പ്രശ്നമല്ല, സമയം പ്രശ്നമല്ല. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മോളെ ഫാത്തിമ, നബവിയിലെ 400 ചില്ലാനം വരുന്ന മുതഅല്ലിമീങ്ങൾക്ക് ഖിദ്മ ചെയ്യാനുള്ള ആള് പോലും ഇവിടെ ഇല്ല. അതുകൊണ്ട് എന്റെ മോൾക്ക് അങ്ങനത്തെ ഒരു അവസരം ഈ ഉപ്പാന്റെ ഭാഗത്ത് നിന്ന് വരൂല. പകരം മോള് കിടക്കാൻ പോകുന്ന സമയത്ത് 33 തവണ സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 34 അല്ലാഹു അക്ബർ ചൊല്ലിക്കോളൂ. സംഭവം വായിച്ചിട്ട് സുലൈമാൻ ഉസ്താദ് കരയുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ ഇമാമികൾ മുഴുവനും അവരുടെ അസ്ല് തന്നെ മഹബ്ബത്തു റസൂലില്ലാഹ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയും തോറും അടുക്കാൻ തുടങ്ങും. അടുക്കും തോറും പറയാതിരിക്കാൻ കഴിയില്ല. പറയും തോറും കൽബ് ഇങ്ങനെ ലംഘി വരും. അങ്ങനത്തെ വല്ലാത്തൊരു മാതൃകയുള്ള വല്ലാത്ത അത്ഭുതമുള്ള ജീവിതം ഫാഖൻ നബിയീന ഫീ ഖൽഖിൻ വഫീ ഖുലൂഖി വലം യൂദാനുഹു ഫീ ഇൽമിൻ വലാ കറമീ. ഹബീബായ തങ്ങളെ പോലെയുള്ള സ്വഭാവം അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ 10 കൊല്ലം നബി തങ്ങളെ കൂടെ ജീവിച്ചിട്ട് ഒരു അശ്ലീല പദം പോലും കേൾക്കേണ്ടി വന്നിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാര് സാക്ഷ്യപ്പെടുത്താണ്, നിങ്ങളിൽ ഒരാളെ പോലെ ഞങ്ങളെ വീട്ടിലെ ജോലികളിൽ പങ്കുചേരുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി. ഓ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, നമ്മളെ വീടുകളിലെ കുടുംബ ജീവിതത്തിൽ നബി തങ്ങൾ കടന്നു വരണം. നമ്മുടെ മക്കളുടെ കുടുംബ ജീവിതത്തിൽ നബി തങ്ങൾ കടന്നു വരണം. അല്ലാഹുവിന്റെ റസൂലിൽ എല്ലാത്തിനും പാഠമുണ്ട്. അതിനു വേണ്ടിയാണ് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹു 2000 ചില്ലാനം ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നമ്മളുടെ അടുപ്പം വർദ്ധിപ്പിക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളൊക്കെ ചിന്തിക്കണം, എന്നെ ഇപ്പോൾ കൊണ്ടുപോയിട്ട് ഖബറിലേക്ക് വെക്കപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിനെ കാണിക്കുമ്പോൾ നബി തങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു അവസ്ഥയിൽ ഞാൻ എത്തിയിട്ടുണ്ടോ? അതിനാവശ്യമായ മഹബ്ബത്തിന്റെ വസീലകളിലേക്ക് നമ്മൾ പ്രവേശിക്കണം.
അർഹമുർ-റഹീമായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹു സുബ്ഹാനഹു തആല ഇതുപോലത്തെ റബീഇന്റെ സദസ്സുകൾ അത് ചെറിയ സദസ്സല്ല. ഇതുപോലത്തെ സദസ്സിലെ ചെറിയ ഖിദ്മകൾക്ക് പോലും മുത്തുനബി തങ്ങളുടെ സമീപത്ത് വലിയ സ്ഥാനമുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മൗലിദ് ഓതുന്ന സദസ്സിൽ സുഗന്ധം കൊടുക്കുന്നവർ, അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദ് ഓതുന്ന സദസ്സിൽ മഹബ്ബത്ത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടം വെച്ചുകൊണ്ട് നബി തങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ ഭക്ഷണം കൊടുക്കുന്നവര്, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് സ്വർഗ്ഗമുണ്ടെന്ന് ഉറപ്പ് വരുത്തിയ മഹദി ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹാ ചരിത്രത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. സുഹൃത്തുക്കളെ, ആ രൂപത്തിലേക്ക് നമ്മളെ മനസ്സു മാറണം. അതിനു വേണ്ടിയാണ് ഓരോ റബീഉൽ അവ്വലും കഴിയുമ്പോ ഇതുപോലെ നമ്മൾ ഇങ്ങനെ ആലോചിക്കണം, പഠിച്ചവനെ കഴിഞ്ഞ വർഷത്തെ റബീഇനേക്കാൾ എനിക്ക് നബിതങ്ങളിലേക്ക് അടുപ്പം വർദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ സംസാരം അത്രയും ലോലമാവണം. നമ്മളെ ഇടപാടുകൾ കൊണ്ട് നബിതങ്ങളെ ഇഷ്ടം വെക്കണം. നമ്മളെ വീട്ടിന്റെ സ്വഭാവം കൊണ്ട് അയൽവാസികൾക്ക് നബിതങ്ങളോട് സ്നേഹമുണ്ടാവണം. എല്ലാ വിഭാഗം ആളുകൾക്കും ഇഷ്ടപ്പെടാൻ പറ്റുന്ന നബിതങ്ങൾ നമ്മൾ കാരണത്താൽ ആളുകൾ വെറുത്തുകൂടാ. ആ രൂപത്തിലേക്ക് നമുക്ക് മാറാൻ കഴിയണം. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഖുർആനിൽ നബിതങ്ങളെ കുറിച്ച് പറഞ്ഞ ഏറ്റവും മഹത്തായ വചനമാണ്. നിങ്ങൾക്കിടയിൽ നിന്നുള്ള ഒരു നബിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ സങ്കടത്തിൽ നബിതങ്ങൾ വല്ലാത്ത സങ്കടത്തിലായിരിക്കും. നിങ്ങളോട് നബിതങ്ങൾക്ക് വലിയ കൃപയുണ്ട്. നോക്കൂ സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ ആഗ്രഹിക്കുകയാണ്. നമ്മളെ അബദ്ധങ്ങൾ കാണുമ്പോൾ നമുക്ക് വേണ്ടി മാപ്പ് തേടുകയാണ്. നമ്മുടെ നന്മ കാണുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന ഒരു നേതാവിനെ ആർക്കാണ് മറക്കാൻ കഴിയുക? അങ്ങനെ ഓർത്തുകൊണ്ടാണ് അന്ത മുൻജീന ഗദാ മിൻ ശഫാഅതിക സ്വഫാ മല്ലനാ മിസ്ലുക യാ സയ്യിദി ഖൈറൻ നബി. ഹബീബായ തങ്ങളാണ് എന്റെ പ്രതീക്ഷ, ഹബീബായ തങ്ങളാണ് എന്റെ സുരക്ഷ. നബിതങ്ങളില്ലാതെ എന്റെ എല്ലാം അപകടത്തിലാണെന്ന് ചിന്തിക്കുന്നത് അർഹമുർ-റഹീമായ അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അടുപ്പം വർദ്ധിപ്പിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പല സങ്കടങ്ങളും പറഞ്ഞിട്ട് ദ്വാരക്കാൻ പറഞ്ഞ വെള്ളിയാഴ്ച രാവാണ് കുറച്ച് സ്വലാത്ത് ചൊല്ലി നല്ല സദസ്സ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പൊരുത്തപ്പെടുന്ന നല്ല മജ്‌ലിസായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു
لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم عليها نحيا وعليها نموت وعليها نبعث إن شاء الله أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتهي والحبيب العربي أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي ارتكبت على الخطا غير حسر وعذاب أشكو فيه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتهي والحبيب العربي إننا نرجو إلى كأس حوضك للعطاش يوم نشر كتابي يا سيدي خير النبي الشفاعة هب لنا في القيامة مشفقا واهلنا إن الله يا سيدي خير النبي الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتهي والحبيب العربي. മുഖ്യ സംഘാടകൻ ബഹുമാനപ്പെട്ട നമ്മുടെ കാസിമാജി അദ്ദേഹത്തിൻ്റെ മകൻ്റെ മോശൻ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. അദ്ദേഹം എല്ലാ കൊല്ലം എന്നെ വിളിക്കും. അതുകൊണ്ട് കൊല്ലോ എങ്ങനെ ഇനി വരാക്കാച്ചിട്ട് വന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ബർക്കത്ത് കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ മകൻ്റെ അമ്മോഷൻ കഴിഞ്ഞ ദിവസം പെട്ടെന്ന് സ്ട്രോക്ക് വന്ന് മരണപ്പെട്ടു. അല്ലാഹു ഖബർ സന്തോഷിക്കും. മകളെ ഭർത്താവ് അപ്പൊ അല്ലാഹു ഖബർ സന്തോഷമായി കൊടുക്കുമാറാവട്ടെ, ദറജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. അല്ലാഹുവേ അവർക്ക് നീ സ്വർഗീയമായ സന്തോഷം കൊടുക്കണേ റഹ്മാൻ. അതുപോലെ ഹോസ്പിറ്റലിലുള്ള ആളുകൾ രോഗിയാണ്, അല്ലാഹു പരിപൂർണ്ണ ശിഫ നൽകും. നാരിസ്വലാത്തിൽ ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് പ്രയാസം. ഒരു നാരിസ്വലാത്തിൽ അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. അല്ലാഹുവേ നീ ശിഫ നൽകണേ അല്ലാഹ്. ഈ സദസ്സിലുള്ള ആളുകൾക്കൊക്കെ നീ ശിഫ നൽകണേ അല്ലാഹ്. ഇവിടെ വരാൻ കഴിയാത്ത പലരുമുണ്ട്. നാരിയ സ്വലാത്തിന്റെ ഹഖ് കൊണ്ട് നീ ശിഫ നൽകണേ അല്ലാഹ്. ഞാൻ നിങ്ങളെ എഴുന്നേറ്റ് നിർത്തുന്നില്ല, എല്ലാവരും ഇരുന്നിട്ട് നല്ല ആമീൻ വരെ കൈ രണ്ടും ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് കുറച്ചു നേരം ദ്വാരക്കുള്ളി. നല്ല വെള്ളിയാഴ്ച രാവാണ്. ഒത്തിരി വിധങ്ങളെ മൗലിദ് ഓതിയ മദഹ് പറഞ്ഞ ഒരുപാട് നല്ല നിഷ്കളങ്കരായ ഉമ്മ ബാപ്പമാരുണ്ട്. അതുകൊണ്ട് എല്ലാ ആളുകളും നല്ല മനസ്സോടെ കുറച്ചു നേരം ആമീൻ പറയ. വളരെ സല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇലാ ഹദറാത്തി ആബാഇ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വ ഉമ്മഹാത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇഖ്വാനി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വ അസ്വാജി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വ ഔലാദി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി
وسلم وأهل بيت رسول الله صلى الله عليه وسلم وسائر أصحاب رسول الله صلى الله عليه وسلم وسائر أتباع رسول الله صلى الله عليه وسلم وأحباب رسول الله صلى الله عليه وسلم وعشاق رسول الله صلى الله عليه وسلم ومداح رسول الله صلى الله عليه وسلم وإلى مرات أهل الخير كلهم أجمعين اللهم زد لهم شرفا على شرفهم وأعد علينا وعلى مجلسنا وعلى بلدنا وعلى بلادنا وعلى بيوتنا وعلى والدينا وأساتذتنا وتلاميذنا ومن تعلق بنا وما تعلق بنا من أسرارهم وأنوارهم وبركاتهم يا رب العالمين أرحم الراحمين يا الملك الجبار يا خالق الرازق يا الله സാധുക്കളായ നിന്റെ ചെറിയ അടിമകൾ പാവങ്ങളാണ്, വിവരം കുറഞ്ഞവരാണ്, ഈമാൻ കുറഞ്ഞവരാണ്. 1400 കൊല്ലം ഇപ്പുറത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടവരല്ല, നബി തങ്ങളെ കണ്ട സ്വഹാബത്തിനെ കണ്ടവരല്ല, സ്വഹാബത്തിനെ കണ്ട താബഈകളെ കണ്ടവരല്ല. 14 നൂറ്റാണ്ടിപ്പുറത്ത് നിന്നുകൊണ്ട് മുത്തുനബി തങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഈ മജ്‌ലിസ് സംഘടിപ്പിച്ച ഈ മുഅ്മിനീകളെ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ കൈകളൊക്കെ ശൂന്യമാണ്, പാവങ്ങളാണ്, ഞങ്ങളെ പ്രതീക്ഷ മുത്തുനബി തങ്ങളാണ്. അല്ലാഹുവേ, ഹബീബായ തങ്ങളെ ഇഷ്ടം വെച്ച എല്ലാത്തിനെയും നീ ഇഷ്ടം വെച്ചിട്ടുണ്ടല്ലോ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുത്ബയോദിയ മിമ്പറിനെ ഒഴിവാക്കിയപ്പോൾ മിമ്പർ കരഞ്ഞല്ലോ. മിമ്പറിന് സ്വർഗ്ഗമുണ്ടെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹബീബായ തങ്ങൾ കയറിയ ഒട്ടകം ഖസ്വാ എന്ന് പറയുന്ന ഒട്ടകം നബി തങ്ങളെ വഫാത്തിന്റെ ശേഷം ഭക്ഷണം കഴിച്ചില്ലല്ലോ. അതിന് നീ വലിയ സ്ഥാനം കൊടുത്തല്ലോ അല്ലാഹ്. സാധുക്കളായ ഞങ്ങൾ പാവങ്ങളാണ്, നബി തങ്ങൾ ഓർത്തുകൊണ്ട് 2-3 ദിവസം ഈ മുഅ്മിനീങ്ങളുടെ ഈ സദസ്സുകൾ നീ ഖബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ വേണ്ടതൊക്കെ നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് ആവശ്യമില്ലാത്തതൊക്കെ നീ തടയണേ അല്ലാഹ്. ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ശിഷ്യന്മാര്, ഭാര്യ സന്താനങ്ങൾ, ജേഷ്ഠാനുജന്മാര്, സഹോദരിമാര്, അയൽവാസികൾ, കുടുംബക്കാര്, ഞങ്ങളെ സ്നേഹിക്കുന്നവര്, ഞങ്ങളെ സ്നേഹിക്കുന്നവര്, ഞങ്ങളുടെ പ്രിയപ്പെട്ട സംഘടനാ പ്രവർത്തകന്മാര്, മുസ്ലിം ജമാഅത്തിന്റെ, SYSന്റെ, SSFന്റെ, SM അങ്ങനത്തെ ഓരോ സംവിധാനത്തിന്റെ ഹാദിമീങ്ങൾ, ഈ സ്ഥാപന സംവിധാനം തുടങ്ങി അന്നു മുതൽ ഇന്ന് വരെ അതിനുവേണ്ടി പ്രവർത്തിച്ചവര്, സഹകരിച്ചവര്, സഹായിച്ചവര് എല്ലാവർക്കും നീ വേണ്ടത് നൽകണേ അല്ലാഹ്. രോഗമുള്ളവരുണ്ട്, നീ ശിഫ നൽകണേ അല്ലാഹ്. കടങ്ങളുള്ളവർക്ക് സലാമത്ത് നൽകണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് വീട്